നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. വെർട്ടിക്കൽ ഗാർഡനിൽ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ മണി പ്ലാന്റ്സ് ആണ്. മണി പ്ലാന്റ്സ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും സൈഡിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ചെടി വയ്ക്കാതെ 3, 4, 5 ചെടികൾ ഒന്നിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ചെടി നല്ല ബുഷായിട്ട് നിൽക്കുന്നത് കാണാം. അതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇത് അടുപ്പിച്ച് ചേർത്ത് വയ്ക്കുക. ഗ്യാപ്പില്ലാത്ത രീതിയിൽ, ചട്ടി കാണാത്ത രീതിയിൽ വയ്ക്കുക. നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലുമിനിയം പ്ലാന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് സൂട്ടാവില്ല. ഇതൊന്ന് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വെർട്ടിക്കൽ പോട്ട് ഇതാണ്. നമ്മൾ ആദ്യം തന്നെ പോട്ട് മിശ്രിതം ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ അടിയിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് കല്ല് അല്ലെങ്കിൽ ഇഷ്ടികയുടെ പൊട്ടോ ഒരു ലെയർ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ഒരു ലെയർ ഓടിൻ്റെ കഷ്ണം, മണ്ണിൻ്റെ എന്തേലും കല്ലിൻ്റെ കഷ്ണം എന്തേലും ഇടുക. കുറച്ച് പോട്ടി മിശ്രിതം ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തു. അതിനുശേഷം ഒരിക്കലും ഈ സൈഡിൽ ചെടികൾ നടുക. ഇതിലാണ് വയ്ക്കേണ്ടത്. ഒരു കുറച്ച് ബുഷായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ചെടി ഒരു ചട്ടിയിലുണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് വരും. ഇപ്പോൾ അതായത് ചെടി എപ്പോഴും ഇവിടുന്ന് ഇതിന് പകുതി വിട്ടിട്ടാണ് വേണ്ടത്. എന്നാൽ മാത്രമാണ് അടുത്ത ചട്ടി ഇവിടെ വരുമ്പോൾ ഇത് കവർ ചെയ്ത് നിൽക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ 2 ചട്ടി നിറച്ചിട്ടുണ്ട്. ഒരു ചട്ടി ഇങ്ങനെ മുകളിൽ വരുമ്പോൾ ശരിക്കും ഇത് കവർ ചെയ്ത് വരും. ഇത് ഫുള്ളായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കവർ ചെയ്ത് വരും. ഇത് ചേർത്ത് വയ്ക്കുമ്പോഴാണെങ്കിൽ അടുത്ത ചട്ടി ഈ സൈഡിൽ വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ചട്ടി കാണാത്ത രീതിയിൽ വരും. നേരമായിരിക്കും വെർട്ടിക്കൽ ഗാർഡൻ്റെ ഭംഗി ഉണ്ടാവുക. വെർട്ടിക്കൽ ഗാർഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചെറിയ 10 രൂപ ചെടികളാണ് ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയുടെ ചെടികളാണ്. ഇവരൊക്കെ വെർട്ടിക്കലിലേക്ക് സ്യൂട്ടായിട്ടുള്ളതാണ്. കുറേ ഹാങ്ങിങ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ചീര വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം ഇതൊക്കെ വെർട്ടിക്കലിന് സ്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സാണ്. ഇത് നമ്മുടെ ഷോറൂമിൻ്റെ ഉള്ളിലുള്ള വെർട്ടിക്കൽ ഗാർഡനാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഗ്രില്ലിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പം നമുക്ക് 3 വർഷത്തിൽ കൂടുതലായി ഇതിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. മണി പ്ലാന്റ്സ് ആണ്. നമുക്ക് കണ്ടാലറിയാം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നു. ഇത് ഒരു വെറൈറ്റിയാണ്. ഇതൊരു ബ്രസീലിയൻ ഫിലോഡോഫിലാണ്. ഇവരും ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇല ചുവന്നിട്ടുള്ള ഇലകളൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗലിൻ്റെ അറ്റാക്ക് വളരെ കുറവായിരിക്കും. പിന്നെ വാട്ടറിങ് ചെയ്യേണ്ടത് ഇതിൽ ഡെയിലി തന്നെ വാട്ടറിങ് ചെയ്യണം. എന്നാലാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആവുള്ളൂ. കൂടുതൽ ഓവർ വാട്ടറിങ് വേണ്ട, വളരെ കുറച്ച്. ഇതിനൊക്കെ ഏകദേശം ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് മതി ഒരു ബോട്ടിലേക്ക്. പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും താഴേക്ക് കുറേശ്ശെയൊക്കെ ഓവർഫ്ലോ ആയിട്ടുണ്ടെങ്കിലും താഴെ ഉള്ള ചട്ടിയിലേക്ക് വന്ന് നിറഞ്ഞോളും.